Good morning, viewers. Good to see you. ഇന്ന് 4th ഫെബ്രുവരി വേൾഡ് ക്യാൻസർ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ തീം എന്ന് വെച്ചാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് കണ്ടത്. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേൾഡിൽ പല അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റും ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടി സെൽസ് തെറാപ്പിയാണ്. ആ ടി സെൽസ് തെറാപ്പി എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ തന്നെ ബ്ലഡ് എടുത്തിട്ട് അയാളുടെ ആ ടി സെൽസിനെ ഐസൊലേറ്റ് ചെയ്യും. ആ ബ്ലഡിൽ നിന്നുള്ള ടി സെൽസിനെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടി സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതൊരു ഇഞ്ചക്റ്റബിൾ ഫോമാക്കിയിട്ട് പിന്നെ അവരുടെ ബോഡിയിൽ തന്നെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ ടി സെൽസ് ഈ മാലിഗ്നൻസി സെൽസിനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പേഷ്യൻസിന് റിലീഫ് കൊടുക്കുന്നതാണ്. ടി സെൽസ് നിങ്ങൾക്കറിയാലോ, ടി സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. അതൊരു ഫൈറ്റർ സെൽസാണ്. അത് മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമസ് എന്നാണ്. തൈമസ് ഗ്ലാൻഡ്സ് ആണ് ടി സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കൊറോണ സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ടി സെൽസിൻ്റെ ഈ ഫൈറ്റിംഗ് കപ്പാസിറ്റി കുറയുന്നതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരുന്നത്. പണ്ട് കാലത്തുള്ള ട്രീറ്റ്മെൻറ്റ് ക്യാൻസറിന് ഈ കീമോതെറാപ്പി, ആംപുറ്റേഷൻ, റേഡിയേഷൻ പോലുള്ള ഈ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റ് പല സൈഡ് ഇഫക്ട്സും കീമോതെറാപ്പിയിലുണ്ടായിരുന്നു. അത് ഒന്ന് പ്രധാനമായിട്ട് വെയിറ്റ് ലോസ്, ഹെയർ ലോസ്, വിശപ്പില്ലായ്മ, നൗസിയ, വോമിറ്റിംഗ്, ഇങ്ങനെയുള്ള പല സൈഡ് ഇഫക്ട്സും ഉണ്ടായിട്ട് പേഷ്യൻറ്റ്സ് കഷ്ടപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വളരെ ഹോപ്പാണ് പേഷ്യൻറ്റ് കൊടുക്കുന്നത്. അതിനിപ്പോൾ പറയുന്ന ഓൾമോസ്റ്റ് 70 to 80% സക്സസ് റേറ്റ്. അത് മെയിൻലി യൂസ് ചെയ്യുന്ന ലുക്കാമിയ, രക്താർബുദം പോലെയുള്ള ക്യാൻസറിലും പല ക്യാൻസറിലും ഇനി അത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അമേരിക്കയിലൊക്കെ അവൈലബിൾ ആണ്. അമേരിക്കയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ 5 കോടി റുപ്യോളാവും ഏകദേശം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ഇന്ത്യയിൽ ഈ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആവും. ഇന്ത്യയിൽ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഈ IIT ബോംബെയും ടാറ്റ മെമ്മോറിയലും കൂടിയിട്ട് ഒരു നെക്സ്റ്റ് കാർ 19 എന്ന് പറഞ്ഞ ഒരു ഇൻഡിജീനസ് ഡെവലപ്പ് ചെയ്ത ടി സെൽസ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതിപ്പോൾ നമുക്ക് എവിടെയാണ് അവൈലബിലിറ്റി എന്നുള്ളത്, നമുക്ക് ഈ കേരളത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇന്ത്യയിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ? കേരളത്തിൽ ഞാൻ നോക്കിയ സമയത്ത് ഈ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഈ ട്രീറ്റ്മെൻറ്റ് അവൈലബിളാന്ന് കണ്ടു. പിന്നെ അമൃത ഹോസ്പിറ്റലൊക്കെ അവൈലബിളാന്ന് കണ്ടു. സോ ഈ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഏകദേശം ഇവർ പറയുന്നത് ഏകദേശം ഒരു 40 to 50 lakhs റുപ്പീസിൻ്റെ അടുത്താവെന്ന് പറയുന്നു. അതുപോലെ ഇന്ന് വേറെ കാണുന്നൊരു വലിയൊരു ക്യാൻസറാണ് ലങ് ക്യാൻസർ. ഇപ്പോൾ വളരെ കൂടി വരുന്നു. കാരണം എസ്പെഷ്യലി ഡൽഹിയിൽ നിന്ന് ജീവിക്കാൻ വയ്യ. സിറ്റികളിൽ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ, പല ടൈപ്പുള്ള പൊല്യൂഷൻ കൊണ്ട് ആൾക്കാർക്ക് ലങ് ക്യാൻസർ വളരെ കൂടി. പണ്ട് സ്മോക്കിങ്ങിലായിരുന്നു ലങ് ക്യാൻസർ. ഇതിപ്പോൾ സിറ്റിയിൽ താമസിക്കുന്ന കൂട്ടർക്ക് ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഫ്രീ ഓക്സിജന് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതാണ് പറയുന്നത്. സോ ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. താങ്ക് യു.